അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. ബഹുമാനം നിറഞ്ഞ പണ്ഡിതന്മാരെ, സഹോദരീ സഹോദരന്മാരെ, വിശുദ്ധ ഖുർആൻ എന്തുകൊണ്ട് അറബി ഭാഷയിൽ ഇറങ്ങി? അതൊരു വലിയൊരു ചർച്ചാ വിഷയമാണ്. കാരണം പലരും ഇസ്ലാമിനെ ആക്ഷേപിക്കാൻ, ഖുർആനെ ആക്ഷേപിക്കാനായിട്ട് എടുത്തുദ്ധരിക്കുന്ന ഒരു സംഭവമാണ്. ഖുർആൻ അറബി ഭാഷയിൽ അവതരിച്ചതിൽ ഒരു ലോജിക്കൂല എന്നാണ് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പറയുന്നത്. യുക്തിവാദികളും നിരീശ്വരവാദികളൊക്കെ അഭിപ്രായക്കാരാണ്. അപ്പോൾ അതിന് സത്യവിശ്വാസിയുടെ മനസ്സിലൊരു മറുപടി എപ്പോഴും വേണം. അതിനൊരു കൃത്യമായ ധാരണ നമ്മുടെ മനസ്സിൽ വേണം. അതിനു വേണ്ടിയിട്ടാണ് ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നത്. എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് വിഷയം ആരംഭിക്കാം. ഭൂമിശാസ്ത്രപരമായി നമ്മൾ ആലോചിച്ചാലും പാരമ്പര്യം കണക്കിലെടുത്താലും അവിടുത്തെ ലോകത്തിലെ ജനസംഖ്യ കണക്കിലെടുത്താലും ഏത് വിഷയത്തിൽ നമ്മൾ കണക്കിലെടുത്താലും ഏത് രൂപത്തിൽ ചിന്തിച്ചാലും അറബി ഭാഷയിൽ തന്നെയാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങേണ്ടത് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നൊരു സംഗതിയാണ്. ഇപ്പോൾ ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ ഏതാണ്ട് മധ്യഭാഗമാണ് നമ്മുടെ അറേബ്യ അല്ലെങ്കിൽ മക്ക എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു തത്വമാണ്. അതിനെ വിമർശിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം, യാഥാർത്ഥ്യം അങ്ങനെയാണ്. അതായത് ഭൂമിയുടെ കരഭാഗം കണക്കിലെടുക്കുകയാണെങ്കിൽ, സമുദ്രഭാഗം മാറ്റി നിർത്തിയിട്ട് ഭൂമിയുടെ കരഭാഗം മാത്രം, ജനവാസമുള്ള മേഖല മാത്രം നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഭൂമിയുടെ സെൻറ്റർ, ജനവാസ യോഗ്യമായ ഇത് പരിഗണിച്ചുകൊണ്ട് നമ്മൾ കണക്കൂട്ടി കഴിഞ്ഞാൽ ഭൂമിയുടെ സെൻറ്ററാണ് യഥാർത്ഥത്തിൽ മക്ക എന്നത് തന്നെയാണ് ഏറ്റവും അവസാനത്തെ ഒടുവിലത്തെ അതിൻ്റെ കണക്കുകൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഈജിപ്ഷ്യൻ ഗവേഷക സംഘം അത് വളരെ പ്രധാനമായി അവർ ഉദ്ധരിക്കുന്നുണ്ട്. അവർ ഇതിനെക്കുറിച്ച് ഗവേഷണം നടത്തി അതിൻ്റെ കണക്കുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലായത് ഭൂമിയുടെ സെൻറ്റർ തന്നെയാണ് മക്ക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ലോകത്ത് 7 ഭൂഖണ്ഡങ്ങളാണ് ഭൂമിയിലുള്ളത്, അല്ലേ? 7 ഭൂഖണ്ഡങ്ങളിലായി 195 രാജ്യങ്ങൾ ഇന്ന് ലോകത്ത് നിലവിലുണ്ട്. ശരി, ഏറ്റവും വലിയ ഭൂഖണ്ഡം ഏതാണെന്ന് നമുക്കറിയാം. ഏറ്റവും വലിയ ഭൂഖണ്ഡം ഏഷ്യ ഭൂഖണ്ഡമാണ്, അല്ലേ? ഏഷ്യ വൻകരയാണ്. തൊട്ടടുത്ത സ്ഥാനം ആഫ്രിക്ക. ഏഷ്യ വൻകരയിലും ആഫ്രിക്കയുടെ പല ഭാഗങ്ങളിലുമായിട്ടാണ് ഇസ്ലാം പ്രത്യക്ഷപ്പെടുന്നത്, അല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഇനി നോക്കിയ ലോകത്ത് ആകെ 7000 ഭാഷകളാണുള്ളതെന്നാണ്. പ്രധാനപ്പെട്ട ലോക ഭാഷകൾ 20 എന്നാണ്. അതിൽ ഇംഗ്ലീഷിനാണ് 1-ാം സ്ഥാനം, അറബിക്ക് 6-ാം സ്ഥാനമാണ്. ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം 96ആണ്. അറബി സംസാരിക്കുന്ന രാജ്യങ്ങൾ 57ആണ്. ഇനി നമുക്ക് അതിൽ ആ കണക്കിലെ വളരെ രസകരമായൊരു 1-2 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം. അതായത് ലോക ജനസംഖ്യയുടെ ഭൂരിഭാഗം ആളുകളും താമസിക്കുന്നത് എവിടെയാണ് താമസിക്കുന്നത്? ഏഷ്യയിലും ആഫ്രിക്കയിലുമായിട്ടാണ് താമസിക്കുന്നത്, അല്ലേ? ഏഷ്യയിൽ ജീവിക്കുന്ന ജനങ്ങളുടെ എണ്ണം എത്രയെന്നറിയാം? 480 കോടി ജനങ്ങൾ. ലോക ജനസംഖ്യയിൽ 480 കോടി ജനങ്ങളും ഏഷ്യയിലാണ് ഏഷ്യ വൻകരയിലാണ്. അതുപോലെ തന്നെ ആഫ്രിക്ക വൻകരയിൽ ലോക ജനസംഖ്യയുടെ 150 കോടി ജനങ്ങൾ താമസിക്കുന്നുണ്ട്. അപ്പോൾ 480 180 നമ്മൾ കൂട്ടിവെക്കുക. അത് പറഞ്ഞ ലോക ജനസംഖ്യയുടെ ഭൂരിഭാഗം ആളുകളും താമസിക്കുന്നത് ഏഷ്യ, ആഫ്രിക്ക 2 വൻകരകളിലാണ്. ബാക്കി 5 വൻകരകളിൽ കൂട്ടിയാൽ വളരെ ന്യൂനപക്ഷ അല്ലെങ്കിൽ വളരെ ഇതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറവ് ആളുകളാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ഇന്നത്തെ മാത്രം കണക്കല്ല, ലോകത്ത് ആദ്യമേ മുതൽക്കുള്ള കണക്ക് ഇങ്ങനെ തന്നെയാണ്. ഏത് കാലഘട്ടത്തിൽ കണക്കുകൾ പരിശോധിച്ചാലും അങ്ങനെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഇനി നമുക്ക് മറ്റൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഇനിയാണ് നമുക്ക് അതിൻ്റെ രസകരമായ കാര്യം നമുക്ക് ബോധ്യപ്പെടാം. അതായത് ലോക ജനസംഖ്യയുടെ ഭൂരിഭാഗം ആളുകളും താമസിക്കുന്നത് ഏഷ്യ, ആഫ്രിക്ക വൻകരകളിലാണെന്ന് പറഞ്ഞു, അല്ലേ? ഇനി നമ്മൾ മറ്റൊരു കണക്ക് നമ്മൾ പരിശോധിക്കാം. അതായത് ലോകത്ത് അറിയപ്പെടുന്ന മതം, അതായത് സെമിറ്റിക് മതങ്ങളും സെമിറ്റിക് ഭാഷകളും. സെമിറ്റിക് മതങ്ങളും ഉണ്ട്, 2 കാറ്റഗറി ഉണ്ട്. സെമിറ്റിക് മതങ്ങളും ഉണ്ട്, സെമിറ്റിക് ഭാഷകളുണ്ട്. ഈ സെമിറ്റിക് മതങ്ങൾ എവിടെയാണ് വന്നത്? സെമിറ്റിക് ഭാഷകൾ എവിടെയാണ് ഉണ്ടായത്? ഇത് രണ്ടും ഉണ്ടായത് ഏഷ്യ വൻകരയിലും ആഫ്രിക്കൻ വൻകരയിലുമാണ്, അല്ലേ? അതായത് ഇന്ന് ഏഷ്യ വൻകരയിലെ ഏറ്റവും കണ്ണായ സ്ഥലമാണ് പശ്ചിമേഷ്യ. പശ്ചിമേഷ്യയിൽ തന്നെയല്ലേ അറേബ്യൻ പെനിൻസുല ഉള്ളത്.
അപ്പൊ അറേബ്യൻ പെനിൻസുലയിലെ മക്ക എന്ന പ്രദേശത്തിന് ഉള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ അത് പശ്ചിമേഷ്യയിൽപ്പെട്ടതാണ്. പശ്ചിമേഷ്യ ഏഷ്യ വൻകരയുടെ കണ്ണായ സ്ഥലമാണ് ഭൂരിഭാഗം പ്രദേശം ഏഷ്യ വൻകരയുടെ. അപ്പൊ അവിടെയാണ് എന്ത് ചെയ്തത്, സെമിറ്റിക് മതങ്ങൾ ഉണ്ടായത്. ഈ സെമിറ്റിക് മതങ്ങൾ എന്ന് പറഞ്ഞ ഏതൊക്കെയാണ്? ജൂതമതവും ക്രൈസ്തവ മതവും ഇസ്ലാം മതവും. ഈ 3 മതങ്ങളും വന്നത് എവിടെയാണ്? ഏഷ്യ വൻകരയിലാണ് വന്നത്. 3 ഭാഷകൾ, പ്രധാനപ്പെട്ട 3 ഭാഷകൾ, സെമിറ്റിക് ഭാഷകൾ, ഹീബ്രു ഭാഷ, അരാമിക് ഭാഷ, അറബി ഭാഷ, 3 ഉണ്ടായത് എവിടെയാണ്? ഏഷ്യ വൻകരയിലും ആഫ്രിക്കൻ വൻകരയിലുമാണ്. ഇനി സെമിറ്റിക് മതങ്ങളുടെ ഉത്ഭവം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അപ്പോൾ സെമിറ്റിക് മതങ്ങളുടെ ഉത്ഭവം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്നാണ് തുടങ്ങുന്നത്, അല്ലേ? അതായത് ജൂതമതവും ക്രൈസ്തവ മതവും ഇസ്ലാം മതവും, ഈ 3 മതങ്ങളുടെയും ആവിർഭാവം എവിടെ നിന്നാണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹീബ്രു ഭാഷ സംസാരിച്ചതായി അറിയാൻ കഴിയും നമുക്ക്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിതൃപരമ്പര എവിടേക്ക് എത്തിച്ചേരുന്നത്? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക്. ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിതൃപരമ്പര എത്തിച്ചെല്ലുന്നത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിതൃപരമ്പര എത്തിച്ചെല്ലുന്നതോ ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക്. ഇദ്രീസ് നബിയുടെ പിതൃപരമ്പര എത്തിച്ചേരുന്നതോ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക്. അപ്പൊ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വരെയുള്ള പ്രവാചകന്മാർ ഒക്കെയും വന്നത്, ആ പ്രവാചകന്മാരൊക്കെ വന്നത് എവിടെയാണ്? ഈ അറേബ്യൻ പെനിൻസുല ഉൾക്കൊള്ളുന്ന ഏഷ്യ വൻകരയിലും ആഫ്രിക്ക വൻകരയിലുമായിട്ടാണ് ഈ പ്രവാചകന്മാരൊക്കെയും വന്നത് നമുക്ക് മനസ്സിലാക്കാം. ഇനി ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം വന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം വന്ന പ്രവാചകന്മാരെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ, അല്ലെ? എല്ലാ പ്രവാചകന്മാരും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള പ്രവാചകന്മാരൊക്കെ വന്നത് എവിടെയാണ്? ഇതേ പശ്ചിമേഷ്യയിൽ തന്നെയാണ് വന്നത്. ഇതേ ആഫ്രിക്കൻ വൻകരയിലും അതുപോലെ തന്നെ ഏഷ്യൻ വൻകരയിലുമായിട്ടാണ് വന്നത്. അപ്പൊ ലോക ജനസംഖ്യയുടെ ഭൂരിഭാഗം ആളുകളും താമസിക്കുന്ന ഏരിയ ഏതാണോ അവിടെയല്ലേ പ്രധാനമായിട്ടും പ്രവാചകന്മാർ വരേണ്ടത്, അവിടെയല്ലേ വേദഗ്രന്ഥങ്ങൾ ഇറങ്ങേണ്ടത്, അവിടുന്നല്ലേ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പ്രചരിക്കാൻ സാധ്യത കൂടുതൽ. അതല്ലാതെ ബാക്കി വരുന്ന 7 വൻകരകളിൽ ഈ 2 വൻകര നമ്മൾ ഒഴിച്ചു നിർത്തി ബാക്കി 5 വൻകര നമ്മളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ആ 5 വൻകരകൾ കൂടിയുള്ള ജനസംഖ്യയും ഈ 2 വൻകരയിലുള്ള ജനസംഖ്യയും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ എത്ര വ്യത്യാസമാണുള്ളത്, അല്ലെ? ലോക ജനസംഖ്യയുടെ ഭൂരിഭാഗം ആളുകളും ഈ 2 വൻകരയിലല്ലേ കിടക്കുന്നത്. അതിന് സ്വാഭാവികമായിട്ടും ഇവിടെയല്ലേ പ്രവാചകന്മാർ വരേണ്ടത്, ഇവിടെ തന്നെയല്ലേ വേദഗ്രന്ഥങ്ങൾ ഇറങ്ങേണ്ടത്. അത് ആർക്ക് ചിന്തിച്ചാലും മനസ്സിലാക്കാവുന്ന ഒരു കാര്യമല്ലേ. ഇനി വേറൊരു കണക്ക് പരിശോധിക്കാം നമുക്ക്. ഏറ്റവും ആദ്യമായിട്ട് മനുഷ്യവാസം തുടങ്ങിയത് എവിടെയാണ്? ഏഷ്യ വൻകരയിലാണ്. ഏഷ്യ വൻകരയിലും ആഫ്രിക്കൻ വൻകരയിലുമാണ് ഏറ്റവും ആദ്യം മനുഷ്യവാസം തുടങ്ങിയത്. ഏറ്റവും വലിയ നാഗരികതകൾ ആദ്യമായി ഉടലെടുത്തത് എവിടെയാണ്? ഏഷ്യ വൻകരയിലാണ്. ആ ഏഷ്യ വൻകരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണായ സ്ഥലമാണ് യഥാർത്ഥത്തിൽ പശ്ചിമേഷ്യ. പശ്ചിമേഷ്യ സെമിറ്റിക് മതങ്ങളുടെയും ഭാഷകളുടെയും ഈറ്റില്ലമാണ്. ആ പശ്ചിമേഷ്യയിലെ കണ്ണായ ഒരു സ്ഥലമാണെന്ത്? സൗദി അറേബ്യ, അറേബ്യൻ പെനിൻസുല. ആ അറേബ്യൻ പെനിൻസുലയിലാണ് മക്ക സ്ഥിതി ചെയ്യുന്നത്. ആ മക്കയിലല്ലേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്, പ്രവാചകനായി വന്നത്. ഇനി ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്താനപരമ്പര, അതായത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പര, ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഴിഞ്ഞ് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആ ഇസ്മായിൽ നബിയുടെ സന്താന പരമ്പരയിലാണ് യഅറബ് ഇബ്നു ഖഹ്താൻ എന്ന പേരിൽ അറിയപ്പെടുന്ന, അറബി ഭാഷയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആ വയോധികൻ ജീവിച്ചിരുന്നത്. യഅറബ് ഇബ്നു ഖഹ്താൻ ഒരു നല്ല മനുഷ്യനായിരുന്നു എന്നാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ കാലഘട്ടം ഏതാണെന്നറിയോ? BC 1900 ആണ്, ബിഫോർ ക്രൈസ്റ്റ്. ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് 1900 യഅറബ് ഇബ്നു ഖഹ്താൻ വരുന്നത്. ഈ യഅറബ് ഇബ്നു ഖഹ്താനാണ് ആദ്യമായി അറബി ഭാഷയിൽ വസിയത്ത് എഴുതി വെച്ച വ്യക്തി. അറബി ഭാഷയിൽ എഴുത്ത് രേഖപ്പെടുത്തിയ ആള്. അറബി ഭാഷയിൽ എഴുതുക മാത്രമല്ല, അറബി ഭാഷയിൽ അദ്ദേഹം വസിയത്ത് രേഖപ്പെടുത്തിയതും അറബി ഭാഷയിൽ സംസാരിച്ചതും സ്ഫുടമായി, അതുപോലെ വളരെ വ്യക്തമായ അറബി ഭാഷ സംസാരിച്ചതും ഈ യഅറബ് ഇബ്നു ഖഹ്താന എന്ന് പറയുന്ന വ്യക്തിയാണ്. മാത്രമല്ല സെമിറ്റിക് ഭാഷകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആശയസമ്പുഷ്ടമായതും വ്യക്തവും എളുപ്പവുമായ ഭാഷ അറബി ഭാഷയാണ്. ഭാഷാ പണ്ഡിതനായ ഇബ്നു ഫാരിസ് പറഞ്ഞൊരു കാര്യമുണ്ട്. അള്ളാഹു അവന്റെ അവസാന വേദഗ്രന്ഥം അവതരിപ്പിക്കാൻ തെരഞ്ഞെടുത്ത ഭാഷ ഏറ്റവും ശ്രേഷ്ഠവും വിശാലവുമായ അറബി ഭാഷയാണെന്ന്.
ഇപ്പൊ അറബി ഭാഷയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് പറയുന്ന ഒരു സംഗതി എന്താ വെച്ചാൽ ഈ കുറച്ച് വാക്കുകളും കൂടുതൽ ആശയങ്ങൾ, കുറച്ച് വാക്കുകളിൽ കൂടുതൽ ആശയങ്ങൾ ഉൾക്കൊള്ളിക്കാൻ പറ്റിയ ലോകത്തിലെ ഏറ്റവും നല്ല ഭാഷ അറബി ഭാഷയാണെന്ന് അതെല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ റഹ്മാൻ. റഹ്മാൻ എന്ന പദത്തിന്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം. റഹ്മാൻ എന്ന പദം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എഴുതാൻ നിന്ന് എത്ര വരിയുണ്ടാവും? റഹ്മാൻ എന്താണ്? ഈ ലോകത്തും പരലോകത്തും ഈ ലോകത്ത് റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒരുപോലെ കരുണ ചെയ്യുന്നവൻ എന്നാണ് റഹ്മാൻ എന്ന പദത്തിന്റെ അർത്ഥം. റഹീം എന്ന പദത്തിന്റെ അർത്ഥം എന്താ? പരലോകത്ത് അള്ളാഹുവിന് വഴിപ്പെട്ടവർക്ക് മാത്രം കരുണ ചെയ്യുന്നവൻ, അതാണ് റഹീം. അതുപോലെ സ്വമദ് എന്നുള്ളൊരു പദത്തിന്റെ അർത്ഥം നോക്കി. സ്വമദ് ആകെ 3 അക്ഷരമുള്ളൂ, സ്വമദ്. ആ പദത്തിന്റെ അർത്ഥം നോക്കി, നിരാശ്രയൻ. അള്ളാഹു നിരാശ്രയനാണ്. എങ്ങനെ നിരാശ്രയൻ? അള്ളാഹുവിലേക്ക് ബാക്കി എല്ലാവരും ആശ്രയിക്കുകയും എന്നാൽ അള്ളാഹുവിന് മറ്റൊരാളുടെയും ആശ്രയം വേണ്ടാത്തവനുമായ ആണ് അള്ളാഹു. അതാണ് സ്വമദ്. അപ്പൊ അള്ളാഹിന്റെ ആ സ്വമദീയത്ത് പറയുമ്പോൾ തന്നെ അതിന്റെ അർത്ഥവിശാലത നോക്കി. ഒരു ചെറിയ പദത്തിൽ വിശാലമായ അർത്ഥം ഉൾക്കൊള്ളിക്കാൻ അറബി ഭാഷക്കേ കഴിയുന്നുള്ളതാണ്. അതുപോലെ ഓരോ പ്രതിഭാസങ്ങളുടെയും ശാഖോപശാഖകൾ കൃത്യമായി ആവിഷ്കരിക്കാൻ അതിന്റെ ഓരോ ഭാഗത്തിനും അംശത്തിനും വെവ്വേറെ പദങ്ങൾ, അത് അറബി ഭാഷയുടെ പ്രത്യേകതയാണെന്നാണ്. ഉദാഹരണമായി പകൽ സമയത്തെ 12 മണിക്കൂർ ഉണ്ടല്ലോ, നമ്മുടെ പകൽ സമയത്ത് നമ്മൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന 12 മണിക്കൂർ, പകൽ 12 മണിക്കൂറാണല്ലോ. ആ 12 മണിക്കൂറിലെ ഓരോ മണിക്കൂറിനും ഓരോരോ പേരുകളാണ് അറബി ഭാഷയുള്ളത്. ഇപ്പൊ ഒന്നാമത്തെ മണിക്കൂറിന്, പകൽ സമയത്തെ ഒന്നാമത്തെ മണിക്കൂറിന് അൽ ദുറൂർ എന്ന് പറയും. രണ്ടാമത്തെ മണിക്കൂറിന് അൽ ബുസൂഖ് എന്ന് പറയും. മൂന്നാമത്തെ മണിക്കൂർ അൽ ലുഹ എന്നും, നാലാമത്തെ മണിക്കൂർ അൽ ഗസാലത്ത്, പിന്നെ ഓരോന്നോരോന്നായിട്ട് അൽ ഹാജിറ, അൽ സവാല്, അൽ അശ്ർ, അൽ അസീല്, അൽ സുബൂബ്, അൽ ഹുദൂർ, അൽ ഖുറൂബ്. ഇതെല്ലാം പകൽ സമയത്തെ 12 മണിക്കൂറിലെ ഓരോ മണിക്കൂറിനും അറബി ഭാഷയുള്ള ഓരോ പേരുകളാണ്. അതുപോലെ തന്നെ ചന്ദ്രൻ ഉദിക്കുന്ന ഓരോ ദിവസത്തിനും ഓരോ പേരുകളാണ് അറബി ഭാഷയിലുള്ളത്. ചന്ദ്രൻ ഉദിക്കുന്ന ഓരോ ദിവസത്തിനും ഓരോ പേരുകളാണ്. ഉദാഹരണമായി ഈ അറബി ഭാഷയുടെ പര്യായ പദങ്ങളെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ഇപ്പൊ നൂർ അഥവാ പ്രകാശം എന്ന പദത്തിന് 21 പര്യായ പദങ്ങൾ അറബി ഭാഷയിലുണ്ടെന്നാണ്. ആ ഭാഷ എത്രത്തോളം സമ്പുഷ്ടമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ടാണ് അറബി ഭാഷയിൽ തന്നെ ഖുർആൻ അവതരിക്കാൻ കാരണം എന്ന് മനസ്സിലാകണമെങ്കിൽ ഇങ്ങനെ നമ്മൾ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പരിശോധിക്കണം. നൂർ എന്ന പദത്തിന് 21 പര്യായ പദങ്ങളുണ്ട് എന്നാണ്. നൂർ എന്ന് പറഞ്ഞ പ്രകാശം എന്നാണ്. ആ പ്രകാശം എന്ന ഒരു അറബി പദത്തിന് തന്നെ 21 പദങ്ങളുണ്ട്. ലൊലാമ് എന്ന ഒരു പദം ഉണ്ടല്ലോ, ലൊലാം അഥവാ ഇരുട്ട് എന്ന പദത്തിന് എത്ര ഉണ്ടെന്നറിയോ? 52 പര്യായ പദങ്ങളുണ്ട്. ലൊലാം ഇരുട്ട് എന്ന പദത്തിന്. ഇനി അശംസ് സൂര്യൻ എന്ന പദത്തിന് 29 പര്യായ പദങ്ങളുണ്ട്. സഹാബ് അഥവാ കാർമേഘം എന്ന പദത്തിന് 50 പര്യായ പദങ്ങളുണ്ട്. മത്തോർ മഴ എന്ന പദത്തിന് 24 പര്യായ പദങ്ങളുണ്ട്. ബിർ അഥവാ കിണർ എന്ന ആ വാക്കിന് 88 പര്യായ പദങ്ങളാണ് അറബി ഭാഷയിലുള്ളത്. അസദ് സിംഹം എന്ന വാക്കിന് 350 പര്യായ പദങ്ങളാണുള്ളത്. ലിഹിയത്ത് താടി എന്ന ആ വാക്കിന് 100 പര്യായ പദങ്ങളാണുള്ളത്. നാക്കത്ത് അഥവാ ഒട്ടകം എന്ന വാക്കിന് 255 പര്യായ പദങ്ങളുണ്ട്. തൊവിയിൽ നീളമുള്ളത് എന്ന പദത്തിന് 91 പദങ്ങളുണ്ട്. കസീർ അഥവാ ചെറുത് എന്ന, അതായത് നീളം കുറഞ്ഞത് എന്ന ആ വാക്കിന് 160 പര്യായ പദങ്ങളാണുള്ളത്. ഇങ്ങനെ അറബി ഭാഷയിൽ ഓരോ വാക്കുകൾക്കും പര്യായ പദങ്ങൾ എത്രയാണെന്നറിയാം? 200, 300, 400, 500 ഒക്കെ പര്യായ പദങ്ങളാണ് ഓരോ വാക്കുകൾക്കുള്ളത്. അതിന് ഓരോന്നിനും തന്നെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളും കാണും, നേരിയ ചെറിയ ചെറിയ വ്യത്യാസങ്ങളും കാണും. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രതിഭാസങ്ങളെയും കൃത്യമായി ആവിഷ്കരിക്കാൻ, ദിഖ്ഖത്തു തഅബീർ എന്ന് പറയാം, കൃത്യമായി ആവിഷ്കരിക്കാൻ അറബി ഭാഷയോളം പോകുന്നൊരു ഭാഷ ലോകത്തുണ്ടാവുകയില്ല എന്നാണ് ഭാഷാ പണ്ഡിതന്മാർ, അതിനെ സംബന്ധിച്ച് ഗവേഷണം നടത്തുന്ന ആളുകൾ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. ഇനി നമ്മൾ നമ്മുടെ വിഷയത്തിന്റെ മർമ്മപ്രധാനമായ വശങ്ങളിലേക്ക് പ്രവേശിക്കേണ്ട. അതിൽ ഒന്നാമതായി എനിക്ക് പറയാനുള്ളത്, അതായത് വിശുദ്ധ ഖുർആനിൽ 11 സ്ഥലങ്ങളിൽ, ഖുർആനിൽ 11 സ്ഥലങ്ങളിൽ 11 ആയത്തുകളിലായിട്ട് എന്തുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ അവതരിപ്പിക്കാൻ കാരണമെന്ന് വ്യക്തമായി നമുക്ക് പ്രതിപാദിച്ചു തരുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ആയത്ത് എന്ന് പറഞ്ഞാൽ ഉമ്മുൽ ഖുറ എന്ന പ്രയോഗം വിശുദ്ധ ഖുർആനിൽ വന്നതിനെ സംബന്ധിച്ചാണ്. ഉമ്മുൽ ഖുറ എന്ന ഒരു പ്രയോഗം വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും.
അത് സൂറത്തു ശൂറ 7-ാമത്തെ ആയത്താണ്. ആയത്ത് ഇപ്രകാരമാണ്: വകദാലിക ഔഹൈനാ ഇലൈക ഖുർആനൻ അറബിയ്യൻ وكذلك أوحينا إليك قرآنا عربيا لتنذر أم القرى ومن حولها وتنذر يوم الجمع لا ريب فيه ففريق في الجنة وفريق في السعير. ഇതിന്റെ അർത്ഥം അറിയോ? وكذلك أوحينا إليك قرآنا عربيا, അപ്രകാരം ഈ വിശുദ്ധ ഖുർആനിനെ നബിയെ താങ്കൾക്ക് നാം അറബി ഭാഷയിലുള്ള ഖുർആനായി അവതരിപ്പിച്ചു തന്നു. ലിതുൻദിറ ഉമ്മൽ ഖുറ, ഉമ്മുൽ ഖുറയിൽ ഗ്രാമങ്ങളുടെ മാതാവ്, പട്ടണങ്ങളുടെ മാതാവ്, രാജ്യങ്ങളുടെ മാതാവ്, അതാണ് ഉമ്മുൽ ഖുറ എന്ന വാക്കിന്റെ അർത്ഥം. ലിതുൻദിറ ഉമ്മൽ ഖുറ, പട്ടണങ്ങളുടെ മാതാവായ, രാജ്യങ്ങളുടെ മാതാവായ, പ്രദേശങ്ങളുടെ മാതാവായ, ഗ്രാമങ്ങളുടെ മാതാവായ ആ വിശുദ്ധ മക്കയിൽ താങ്കൾ ജനങ്ങൾക്ക് താക്കീത് നൽകാനും, വമൻ ഹൗലഹാ, ആ മക്കൾക്ക് ചുറ്റുമുള്ള, ആ വിശുദ്ധ മക്കൾക്ക് ചുറ്റുമുള്ള, ഹൗല് എന്ന് പ്രയോഗിച്ച് അതിന്റെ ചുറ്റുമുള്ള ഭാഗങ്ങൾ, ആ ചുറ്റുമുള്ള ഭാഗങ്ങളിലേക്കും താക്കീത് നൽകാൻ. നോക്കിയേ, ആ പദപ്രയോഗം വളരെ അത്ഭുതമാണ്. ലിതുൻദിറ ഉമ്മൽ ഖുറ വമൻ ഹൗലഹാ, പട്ടണങ്ങളുടെ മാതാവായ ആ വിശുദ്ധ മക്കയിലും ആ മക്കൾക്ക് ചുറ്റുമുള്ള എല്ലാ പ്രദേശങ്ങളും. അപ്പൊ മക്കൾക്ക് ചുറ്റുമുള്ള അപ്പൊ മക്ക എന്ന് പറഞ്ഞാൽ ഉമ്മുൽ ഖുറയാണ് എന്ന് പറഞ്ഞാൽ എല്ലാ പട്ടണങ്ങളുടെയും മാതാവാണ്, ജനവാസ കേന്ദ്രങ്ങളുടെ മാതാവാണ്, ജനവാസ കേന്ദ്രങ്ങളുടെ കേന്ദ്ര ബിന്ദുവാണ് മക്ക എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് പറഞ്ഞുതരാം. വമൻ ഹൗലഹാ, ആ മക്കൾക്ക് ചുറ്റുമുള്ള വിവിധ പ്രദേശങ്ങളിലുള്ള ആളുകൾക്കും. അപ്പൊ മക്കൾക്ക് ചുറ്റുമുള്ള ബാക്കി പ്രദേശങ്ങളെല്ലാം എന്താണ്? മക്ക സെന്ററാണ്, മക്ക കേന്ദ്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന രണ്ട് പദപ്രയോഗങ്ങളാണ് ഉമ്മുൽ ഖുറയും ഹൗലയും, വമൻ ഹൗലഹാ എന്ന വാക്കും. അപ്പൊ ആ സ്ഥലത്ത്, അപ്പൊ ഉമ്മുൽ ഖുറയിലും അഥവാ വിശുദ്ധ മക്കയിലും അതുപോലെ തന്നെ മക്കൾക്ക് ചുറ്റുമുള്ള ബാക്കി എല്ലാ ജനവാസ കേന്ദ്രങ്ങളിലും. അപ്പൊ മക്ക എന്താവണം? സെന്റർ ആവണം. മക്ക കേന്ദ്രമാണ്, മക്ക സെന്റർ ആവണം. അതാണ് ആയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതാ, വേറായത്ത്, നിങ്ങളെ നാം ഒരു മധ്യമ സമുദായമാക്കുകയുണ്ടായി എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. മധ്യമ സമുദായം. ആ മധ്യമ സമുദായത്തിന് അർത്ഥം പറഞ്ഞേരത്ത് അറബി തഫ്സീറുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സംഗതിയാണ്. അവിടെ മധ്യമം എന്ന് പ്രയോഗിച്ചതിന്റെ അർത്ഥം, അവിടെ മധ്യമ സമുദായം കൊണ്ട് ഉദ്ദേശിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകളെയാണല്ലോ. അപ്പൊ മധ്യമ സമുദായം അവിടെ തന്നെയാണ്, ലോകത്തിന്റെ മധ്യഭാഗത്താണ് അവർ താമസിക്കുന്നത് എന്നതിനുള്ള വ്യക്തമായ സൂചനയാണ് വകദാലിക ജഅൽനാകും ഉമ്മതൻ വസത എന്ന പദപ്രയോഗത്തിലുള്ള വിശുദ്ധ ഖുർആൻ നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്നാണ് അറബി തഫ്സീറുകളിലൊക്കെ അതിന് അർത്ഥം പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം. ഇനി അതിനെ സംബന്ധിച്ച് വന്ന മറ്റ് ആയത്തുകളിലേക്കാണ് നമുക്ക് പ്രവേശിക്കാനുള്ളത്. ഒന്ന്, സൂറത്തു ത്വാഹ 113-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്: വകദാലിക അൻസൽനാഹു ഖുർആനൻ അറബിയ്യ വസറഫ്നാ ഫീഹി മിനൽ വഈദ് ലഅല്ലഹും യത്തഖൂൻ ഔ യുഹ്ദിസു ലഹും ദിക്റാ. വകദാലിക അൻസൽനാഹു ഖുർആനൻ അറബിയ്യ, അപ്രകാരം ഈ ഖുർആനിനെ നാം അറബി ഭാഷയുള്ള ഒരു ഗ്രന്ഥമാക്കി അവതരിപ്പിച്ചു തന്നു. വസറഫ്നാ ഫീഹി മിനൽ വഈദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ താക്കീതുകളെ സംബന്ധിച്ച് വിവിധ രൂപത്തിൽ, പല രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ താക്കീതുകളെ വിശുദ്ധ ഖുർആനിൽ പ്രതിപാദിച്ചിരിക്കുന്നു. അപ്പോൾ വസറഫ്നാ ഫീഹി മിനൽ വഈദ് എന്നാണ് അല്ലാഹു അവന്റെ താക്കീതുകളെ വിവിധ ശൈലിയിൽ, വിവിധ രൂപത്തിൽ വിവരിച്ചു തന്നിട്ടുണ്ട് വിശുദ്ധ ഖുർആനിൽ. അപ്പൊ ഖുർആൻ അറബി ഭാഷയിലാകാൻ കാരണം ആ അറബി ഭാഷക്കാണ് ഒരേ ആശയം തന്നെ പല രൂപത്തിലും, പല രീതിയിലും, പല ശൈലികളിലും നമുക്ക് വിവരിച്ചു തരാൻ കഴിയുന്നത് എന്ന ആശയമാണ് അവിടെ വിശുദ്ധ ഖുർആൻ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇനി സൂറത്ത് യൂസുഫിലെ 2-ാമത്തെ ആയത്തില് നമുക്ക് കാണാം. സൂറത്ത് യൂസുഫിന്റെ തുടക്കമുണ്ട്. അലിഫ് ലാം റാ തിൽക ആയാതുൽ കിതാബിൽ മുബീൻ ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയ്യൻ ലഅല്ലകും തഅഖിലൂൻ. എന്തായാലും പറയണത് തിൽക ആയാതുൽ കിതാബിൽ മുബീൻ, ഇത് വ്യക്തമായ ഗ്രന്ഥത്തിലെ ആയത്തുകളാണ്.
ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയൻ, ഈ ഗ്രന്ഥത്തെ നാം അറബി ഭാഷയിലുള്ള ഒരു ഗ്രന്ഥമായി അവതരിപ്പിച്ചത് ലഅല്ലകും തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുവാൻ വേണ്ടിയാണ്, ബുദ്ധി കൊടുത്ത് ചിന്തിക്കുവാൻ വേണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യ ബുദ്ധിയെ ചിന്തിപ്പിക്കുന്ന ഭാഷയാണ് അറബി എന്നാണ്. ബുദ്ധിയെ തട്ടി ഉണർത്തുന്ന, ബുദ്ധിയെ ഉദ്ദീപിപ്പിക്കുന്ന, മനുഷ്യ ബുദ്ധിയെ ഉദ്ദീപിപ്പിക്കുന്ന, മനുഷ്യ ബുദ്ധിയെ തട്ടി ഉണർത്തുന്ന, നമ്മളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഭാഷയാണ് അറബി ഭാഷ എന്നാണ് ആ ആയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനിതാ സൂറത്തു സുമറിലെ 28-ാമത്തെ ആയത്ത്, വലഖദ് ളറബ്നാ ലിന്നാസി ഫീ ഹാദൽ ഖുർആനി മിൻ കുല്ലി മസലിൻ ലഅല്ലഹും യതദക്കറൂൻ. ഈ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഈ ഖുർആനിൽ നാം ജനങ്ങൾക്ക് എല്ലാവിധ ഉപമകളും വിവരിച്ചു തരുന്നു, അവർ ഉത്ബുദ്ധരാകാൻ വേണ്ടി. ഖുർആനൻ അറബിയൻ ഗൈറ ദീ ഇവജിൻ ലഅല്ലഹും യത്തഖൂൻ, അതായത് അറബി ഭാഷയിലുള്ള ഖുർആനായിട്ട് ഗൈറ ദീ ഇവജിൻ, ഒരു വക്രതയുമില്ലാതെ വളവുമില്ലാതെ, ലഅല്ലഹും യത്തഖൂൻ, അവർ സൂക്ഷ്മത പാലിച്ച് ജീവിക്കുന്നവരായേക്കാം. അപ്പൊ അറബി ഭാഷക്ക് വക്രതയില്ല, വളവില്ല എന്ന് പറഞ്ഞ ഗൈറ ദീ ഇവജ്, ആ ഭാഷക്ക് വക്രതയില്ലാത്ത ഭാഷ, വളവില്ലാത്ത ഭാഷ, അതാ നേർക്ക് നേരെ കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന ഭാഷ, ഹനീഫായിട്ട് നേർക്ക് നേരെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഭാഷ. അപ്പൊ അതാണ് ഗൈറ ദീ ഇവജ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇനി ഇതാ സൂറത്തു ഫുസ്സിലത്തിലെ 3-ാമത്തെ ആയത്ത്, ഹാമീം തൻസീലും മിനർ റഹ്മാനിർ റഹീം കിതാബും ഫുസ്സിലത് ആയാതുഹു ഖുർആനൻ അറബിയ്യൻ ലിഖൗമി യഅലമൂൻ. തൻസീലും മിനർ റഹ്മാനിർ റഹീം, പരമകാരുണ്യകനും കരുണാനിധിയുമായ റബ്ബിൽ നിന്ന് അവതരിച്ച ഗ്രന്ഥമാണിത്. കിതാബുൻ, ഈ ഗ്രന്ഥം, ഫുസ്സിലത് ആയാതുഹു, അതിന്റെ ആയത്തുകൾ വിശദീകരിച്ചിരിക്കുന്നത് ഖുർആനൻ അറബിയൻ, അറബി ഭാഷയിലുള്ള ഒരു വിശുദ്ധ ഖുർആനായിട്ടാണ്. ലിഖൗമി യഅലമൂൻ, മനസ്സിലാക്കുന്ന ജനങ്ങൾക്ക്, അറിവുള്ള ജനതക്ക്, ചിന്തിക്കുന്ന ജനങ്ങൾക്ക്. അപ്പൊ അവിടെ എന്താണ് ഫുസ്സിലത്ത് ആയാത്തു ഖുർആൻ, അറബി ഭാഷയിലാണ് അങ്ങനെ അത് വിവരിക്കാൻ പറ്റുള്ളൂ, വിശദീകരിക്കാൻ പറ്റുള്ളൂ എന്ന് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇതാ സൂറത്തു സുഖ്റുഫിലെ 4-ാമത്തെ ആയത്ത്, ഹാമീം വൽ കിതാബിൽ മുബീൻ ഇന്നാ ജഅൽനാഹു ഖുർആനൻ അറബിയ്യൻ ലഅല്ലകും തഅഖിലൂൻ. ഇന്നാ ജഅൽനാഹു ഖുർആനൻ അറബിയ്യൻ, അറബി ഭാഷയിലുള്ള ഒരു ഗ്രന്ഥമായിട്ടാണ് നാം ഇതിനെ അവതരിപ്പിച്ചത്. ലഅല്ലകും തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നവരാകാൻ വേണ്ടി. വഇന്നഹു ഫീ ഉമ്മിൽ കിതാബി ലദൈനാ ലഅലിയ്യുൻ ഹകീം, തീർച്ചയായും ഈ വിശുദ്ധ ഖുർആൻ ഉമ്മുൽ കിതാബ്, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലുള്ള, അള്ളാഹുവിന്റെ പക്കലുള്ള ഉമ്മുൽ കിതാബിൽ രേഖപ്പെടുത്തിയ ഗ്രന്ഥം തന്നെയാണ് ഈ വിശുദ്ധ ഖുർആൻ. അപ്പോൾ ലഅല്ലകും തഅഖിലൂൻ, നിങ്ങൾ ആരും വിട്ടുപോകരുത് കേട്ടോ. അതിനകത്ത് അത്ഭുതകരമായ 2 ആയത്തുകൾ വിശദീകരിക്കാനുണ്ട്. ആയത്ത് വിശദീകരിക്കുന്ന മുമ്പ് ആ പദപ്രയോഗങ്ങൾ, അറബി ഭാഷയിൽ ഖുർആൻ അവതരിക്കാനുള്ള കാരണങ്ങൾ ആ ആയത്തുകളിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ രൂപത്തിൽ ആ ആയത്തുകളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട 2 ആയത്തുകൾ ഇട്ട ആ ആയത്തിന്റെ മറുപടി കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. ഇങ്ങനെ വിശുദ്ധ ഖുർആനിൽ ആയത്തുണ്ടായിരുന്നു നമ്മൾ ചിന്തിച്ചു. ഇതാ സൂറത്തു റഅദിലെ 37-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, വകദാലിക അൻസൽനാഹു ഹുക്മൻ അറബിയ്യൻ വലഇൻ ഇത്തബഅത അഹ്വാഅഹും ബഅദ മാ ജാഅക മിനൽ ഇൽമി മാ ലക മിനല്ലാഹി മിൻ വലിയ്യിൻ വലാ വാഖ്. അപ്രകാരം ഈ വിശുദ്ധ ഖുർആനിനെ നാം അവതരിപ്പിച്ചത് ഹുക്മൻ അറബിയൻ, അറബി ഭാഷയിലുള്ള ഒരു ഹുക്കുമായിട്ട്. ഹുക്കുമിന് അവിടെ എന്തുണ്ട്? വിധി എന്നുള്ള അർത്ഥമുണ്ട്, യുക്തി എന്നുള്ള അർത്ഥമുണ്ട്. ഹുക്മൻ അറബിയൻ, അറബി ഭാഷയിലുള്ള ഒരു യുക്തിഭദ്രമായ ഖുർആനായിട്ടാണ് നാം അത് അവതരിപ്പിച്ചിരിക്കുന്നത്. എന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയാണ്, വലഇൻ ഇത്തബഅത അഹ്വാഅഹും, അല്ലയോ പ്രവാചക, താങ്കൾ അവരുടെ ദേഹേച്ഛകളെ അല്ലെങ്കിൽ അവരുടെ ഇച്ഛകളെയാണ് പിൻപറ്റിയിരുന്നുവെങ്കിൽ, ശത്രുക്കളുടെ ഇച്ഛകളെയാണ് താങ്കൾ പിൻപറ്റിയതെങ്കിൽ, ബഅദമാ ജാഅക മിനൽ ഇൽമി, ഈ വിശുദ്ധ ഖുർആനിലൂടെ കൃത്യമായ അറിവ് താങ്കൾക്ക് വന്നതിന് ശേഷം ആ ആളുകളുടെ ആ പ്രഹേളികയെ അല്ലെങ്കിൽ ആ സങ്കല്പങ്ങളെ ആണ് പിൻപറ്റിയിരുന്നുവെങ്കിൽ, മാലക മിനല്ലാഹി മിൻ വലിയ്യിൻ വലാ വാഖ്, താങ്കൾക്ക് അല്ലാഹുവിൽ നിന്നുള്ള രക്ഷ ഉണ്ടാകുമായിരുന്നില്ല, ഒരു സംരക്ഷണം ഉണ്ടാകുമായിരുന്നില്ല. ഇതാ സൂറത്തു അഹ്കാഫിലെ 12-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുകയാണ്, വമിൻ ഖബ്ലിഹി കിതാബു മൂസ ഇമാമൻ വറഹ്മ
വഹാദാ കിതാബും മുസദ്ദിഖുൽ ലിസാനൻ അറബിയ്യൻ ലിയുൻദിറല്ലദീന ളലമു വബുശ്റാ ലിൽ മുഹ്സിനീൻ. ഇതിനു മുമ്പ് നാം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും ഗ്രന്ഥം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ഗ്രന്ഥം ഇമാമായിരുന്നു, റഹ്മത്തായിരുന്നു. അന്ന് ആ ജനതക്കായ ഗ്രന്ഥം ഒരു ഇമാമായിരുന്നു, ഒരു നേതൃത്വമായിരുന്നു. അത് അല്ലാഹുവിൽ നിന്നുള്ള കാരുണ്യമായിരുന്നു. വഹാദാ കിതാബും മുസദ്ദിഖുൽ ലിസാനൻ അറബിയ്യ. അല്ലയോ പ്രവാചകരെ, ഈ വിശുദ്ധ ഗ്രന്ഥമുണ്ടല്ലോ, ഈ ഖുർആൻ ഉണ്ടല്ലോ, അത് മുസദ്ദിഖുൻ, മറ്റുള്ള വേദഗ്രന്ഥങ്ങളെ സത്യപ്പെടുത്തുന്നതാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നാം അവതരിപ്പിച്ചു കൊടുത്ത വേദഗ്രന്ഥത്തെ സത്യപ്പെടുത്തുന്നതാണ്. ലിസാനൻ അറബിയ്യൻ, അറബി ഭാഷയിലാണ് നാം ഇത് അവതരിപ്പിച്ചത്. ലിയുൻദിറല്ലദീന ളലമു, അക്രമികളായ ആളുകൾക്ക് താക്കീത് നൽകാനും, വബുശ്റാ ലിൽ മുഹ്സിനീൻ, പുണ്യം ചെയ്യുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുവാനുമാണ് ഈ വിശുദ്ധ ഖുർആനിനെ അറബി ഭാഷയിൽ നാം അവതരിപ്പിച്ചത്. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാമിൽ തന്നെ, ഖുർആനിൽ തന്നെ വ്യക്തമായ കാരണങ്ങൾ നമുക്ക് അവതരിപ്പിച്ചു തരാണ്. വ്യക്തമായ 3-4 കാരണങ്ങൾ. അതിൽ ഒന്നാമത്തെ കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് സൂറത്തു ഇബ്രാഹിമിലെ 4-ാമത്തെ ആയത്തിൽ, വമാ അർസൽനാ മിൻ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമിഹി ലിയുബയ്യിന ലഹും ഫയുളില്ലുല്ലാഹു മൻ യശാഉ വയഹ്ദി മൻ യശാഉ വഹുവൽ അസീസുൽ ഹകീം. വമാ അർസൽനാ മിൻ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമിഹി. ഏതൊരു പ്രവാചകനെയും നാം ഒരു സമൂഹത്തിലേക്ക് അയച്ചാൽ ആ സമൂഹത്തിന്റെ ഭാഷയിലല്ലാതെ ആ പ്രവാചകനെ നാം അയക്കാറില്ല. വമാ അർസൽനാ മിൻ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമിഹി. ഏതൊരു പ്രവാചകനെ ഏതൊരു കാലഘട്ടത്തിൽ ഏതൊരു ജനതയിലേക്ക് നാം അയച്ചാലും ആ ജനതയുടെ ഭാഷ ഏതാണോ ആ ഭാഷയിലാണ് ആ പ്രവാചകനെ നാം അയക്കുക. ലിയുബയ്യിന ലഹും, കാരണം എന്താ? അവർക്കത് വ്യക്തമാക്കി കൊടുക്കാൻ. ആ പ്രവാചകന്മാർ അവർക്ക് വ്യക്തമായി സംസാരിച്ച് അള്ളാഹുവിന്റെ അധ്യാപനങ്ങളെ മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ എന്ത് വേണം? അതേ ആ കൗമിന്റെ ഭാഷയിൽ, ആ ജനതയുടെ ഭാഷയിൽ തന്നെ ആയിരിക്കണം ആ പ്രവാചകൻ ചെല്ലേണ്ടത്. ഫയുളില്ലുല്ലാഹു മൻ യശാഉ വയഹ്ദി മൻ യശാഉ വഹുവൽ അസീസുൽ ഹകീം. പക്ഷേ ഈ ഖുർആൻ കൊണ്ട് ചില ആളുകൾ വഴികേടിലാവുകയും ചെയ്യും, ചില ആളുകൾ എന്ത് ചെയ്യും? സന്മാർഗത്തിലാകുകയും ചെയ്യും. അത് വഴികേടിലാകുന്നത് അള്ളാഹ് വഴികേടിൽ അവരെ നിർബന്ധിച്ച് വഴികേടിലാക്കുന്നതല്ല, അവരുടെ പ്രവൃത്തി മുഖേന അവർ സ്വയം വഴികേടിലായി പോകുന്നതാണ്. അപ്പൊ ഇവിടെ ഈ ആയത്തിൽ പറഞ്ഞത് പ്രവാചകൻ ഏത് സമുദായത്തിലേക്കാണോ അയക്കപ്പെടുന്നത് ആ സമുദായത്തിന്, ആ ജനതയുടെ ഭാഷ ഏതാണോ ആ ഭാഷയിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാർക്ക് വഹി നൽകുള്ളൂ, പ്രവാചകന്മാരെ അയക്കുള്ളൂ. അത് വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഇബ്രാഹിമിലെ 4-ാമത്തെ ആയത്തിൽ വ്യക്തമായി അല്ലാഹു നമുക്ക് പറഞ്ഞു. ഇനി മറ്റൊരു കാരണം സൂറത്തു ശുഅറയിലെ 192 മുതൽ 199 വരെയുള്ള ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തരുന്നു. വഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ. ഈ വിശുദ്ധ ഖുർആൻ ലോകരക്ഷിതാവായ അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അപ്പൊ ലോകരക്ഷിതാവായ അള്ളാഹു എന്ന് പറയുമ്പോൾ എന്താണ്? അതിൽ തന്നെ അടങ്ങിയിരിക്കുന്നത് ഈ ഗ്രന്ഥം എല്ലാ ലോകത്തുള്ള എല്ലാ ഭാഗങ്ങളിലേക്കും ഉള്ളതാണെന്ന്. നസല ബിഹി റൂഹുൽ അമീൻ. ഈ വിശുദ്ധ ഖുർആനുമായി അല്ലയോ പ്രവാചക താങ്കളിലേക്ക് ഇറങ്ങി വന്നത് ആ റൂഹുൽ അമീനാണ്, അഥവാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. അലാ ഖൽബിക, ആ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ് താങ്കളുടെ ഹൃദയത്തിലേക്ക് ഈ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു തന്നത്. ലിതകൂന മിനൽ മുൻദിരീൻ, താങ്കൾ താക്കീതുകാരിൽ പെടുന്നവനാകാൻ വേണ്ടി, ജനങ്ങൾക്ക് താക്കീത് നൽകാൻ വേണ്ടി, ജനങ്ങളെ താക്കീത് ചെയ്യുന്നവനായി തീരാൻ വേണ്ടി. ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ, സ്പഷ്ടമായ വ്യക്തമായ അറബി ഭാഷയിലാണ് ആ ഗ്രന്ഥം അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു തന്നത്. എന്നിട്ട് അല്ലാഹ് പറയാണ് വഇന്നഹു ലഫീ സുബുരിൽ അവ്വലീൻ. ആദ്യ കാലഘട്ടങ്ങളിൽ അഥവാ വിശുദ്ധ ഖുർആനിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച വേദഗ്രന്ഥങ്ങളിൽ ഈ വിശുദ്ധ ഖുർആനിന്റെ മൂല കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ഖുർആനിൽ വന്ന എല്ലാ കാര്യങ്ങളുടെയും ഏതാണ്ട് ഒരു മിക്കവാറും എല്ലാ നല്ല വലിയ കാര്യങ്ങളും മറ്റു വേദഗ്രന്ഥങ്ങളിലും ഉണ്ടായിട്ടുണ്ടെന്ന് അർത്ഥം. അതായത് മറ്റു വേദഗ്രന്ഥങ്ങളും ഈ ഖുർആൻ തമ്മിൽ സാമ്യത ഉണ്ട് എന്നർത്ഥം. അത് മുഹമ്മദ് നബി മറ്റേ വേദഗ്രന്ഥങ്ങൾ എടുത്തുദ്ധരിക്കുന്നതല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സാമ്യമായി തന്നെയാണ് കൊടുത്തത്. വഇന്നഹു ലഫീ സുബുരിൽ അവ്വലീൻ അവലം യകുൽ ലഹും ആയത്തുൻ അൻ യഅലമഹു ഉലമാഉ ബനീ ഇസ്രായീൽ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ജനങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഒരു ദൃഷ്ടാന്തമാകാത്തത്? എന്ത് കാര്യം? അതായത് വിശുദ്ധ ഖുർആനിൽ വന്ന കാര്യങ്ങളെല്ലാം, അതിന്റെ മൂല കാര്യങ്ങളെല്ലാം, അതിന്റെ ഏതാനും ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം
മറ്റ് വേദഗ്രന്ഥങ്ങളിലും ഉണ്ടായിരുന്നു എന്നത് ബനൂ ഇസ്രായേലിലെ പണ്ഡിതന്മാർക്ക് അറിയാമായിരുന്നുവല്ലോ. അത് നിങ്ങൾക്കും അറിയാമല്ലോ, ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഈ ഖുർആനിൽ വന്ന കാര്യങ്ങളുടെ പ്രധാന കാര്യങ്ങളെല്ലാം മുൻ വേദഗ്രന്ഥങ്ങളിലും ഉണ്ടായിരുന്നു എന്നത്. എന്നിട്ട് അതെന്താണ് അവർക്കൊരു ദൃഷ്ടാന്തമായി തീരാത്തത്? അഥവാ വിശുദ്ധ ഖുർആനിലെ വന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച കാര്യങ്ങളിലെ ഏതാനും കാര്യങ്ങളൊക്കെയും അതിന്റെ പ്രധാനപ്പെട്ട വശങ്ങളൊക്കെയും തൗഹീദ്, റിസാലത്ത് പോലെയുള്ള, ഖിയാമത്ത് പോലെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയും മറ്റ് വേദഗ്രന്ഥങ്ങളിലും ഉണ്ടായിരുന്നു. ആ ഉണ്ടായിരുന്നു എന്ന കാര്യം ബനൂ ഇസ്രായേലിലെ പണ്ഡിതന്മാർക്ക് അറിയാമായിരുന്നു. അങ്ങനെ ബനൂ ഇസ്രായേലിലെ പണ്ഡിതന്മാർക്ക് അത് അറിയാമെന്ന കാര്യം നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലോ. എന്നിട്ട് എന്തുകൊണ്ട് അത് നിങ്ങൾക്കൊരു ദൃഷ്ടാന്തമായില്ല എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കും. എന്നിട്ട് അല്ലാഹ് പറയാണ്, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലൗ നസ്സൽനാഹു അലാ ബഅദിൽ അഅ്ജമീൻ. ഇനി ഏതെങ്കിലും ഒരു അജമിക്കാണ് അഥവാ അനറബിക്കാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിരുന്നതെങ്കിൽ, അറബി അറിയാത്ത ആൾക്കാണ് അല്ലെങ്കിൽ അറബി അറിയാത്ത ഒരു പ്രവാചകനാണ് ഈ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിരുന്നതെങ്കിൽ, എന്ന് പറഞ്ഞാൽ അറേബ്യയിലല്ല എന്ന് വിചാരിക്കും, മക്കയിലല്ല, വേറെ ഏതെങ്കിലും ഏതെങ്കിലും പ്രദേശത്തെ ചൈനയിൽ കൊണ്ടുപോയിട്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനായി അവതരിപ്പിച്ചത് എങ്കിൽ, ചൈനീസ് ഭാഷയിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആൻ കൊണ്ടുവന്നതെങ്കിൽ എന്തായിരിക്കും ഉണ്ടാവുന്ന അവസ്ഥ? ഫഖറഅഹു അലൈഹിം. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിശുദ്ധ ഖുർആൻ ആ ഭാഷയിൽ അവതരിപ്പിച്ചു കൊടുത്താൽ മാ കാനൂ ബിഹി മുഅ്മിനീൻ. അപ്പോൾ എന്തുണ്ടാവൂല? ഈ അറേബ്യൻ പെനിൻസുലയിലുള്ള ആളുകൾ ആ ഖുർആനിൽ വിശ്വസിക്കുമായിരുന്നില്ല. അല്ലേ? സത്യം അതല്ലേ? അപ്പൊ അതെന്താ അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ ഇവിടെയാണ് ജനങ്ങൾ കൂടുതൽ കിടക്കുന്നത്. ഏഷ്യ വൻകരയിലും ആഫ്രിക്കൻ വൻകരയിലുമാണ് ലോക ജനസംഖ്യയുടെ ഭൂരിഭാഗം ആളുകളും കിടക്കുന്നത്. ബാക്കി എല്ലാ ഇതും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുള്ളൂ? വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ, വളരെ കുറച്ച് ആളുകളെ ഉണ്ടാവുള്ളൂ. അപ്പൊ സ്വാഭാവികമായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറബി അല്ലാത്ത ഒരു പ്രവാചകനാക്കുകയും വിശുദ്ധ ഖുർആനെ അറബി അല്ലാത്ത വേറെ ഇംഗ്ലീഷ് ഭാഷയിൽ അവതരിപ്പിച്ചു എന്നരുത്, അല്ലെങ്കിൽ ചൈനീസ് ഭാഷയിൽ അവതരിപ്പിച്ചു എന്നരുത്. എന്തുണ്ടാവുക? അപ്പൊ ഈ അറേബ്യൻ പെനിൻസുലയിലെ ആളുകൾ വിശ്വസിക്കുമോ? ഏഷ്യ ഭൂഖണ്ഡത്തിലെ ഈ വരുന്ന ആളുകൾ വിശ്വസിക്കുമോ? ആഫ്രിക്ക വൻകരയിലെ ആളുകൾ ഈ ഖുർആനിൽ വിശ്വസിക്കുമോ? അള്ളാഹ് ചോദിക്കുന്ന ചോദ്യമാണ്, അതാണ് ചോദിക്കുന്നത്. മിഡിൽ ഈസ്റ്റിലെ അല്ലെങ്കിൽ പശ്ചിമേഷ്യയിലെ ഈ കാണുന്ന രാജ്യങ്ങളിലെ ആളുകൾ അപ്പൊ ഖുർആനിൽ വിശ്വസിക്കുമായിരുന്നോ? ഇല്ലല്ലോ. അപ്പൊ ഭൂരിഭാഗം വരുന്ന ആളുകൾക്കും അതിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യപ്പെടുന്ന സംഗതിയായിരിക്കും. ന്യൂനപക്ഷം വരുന്ന ആളുകളുടെ ഭാഷയിൽ അത് അവതരിപ്പിച്ചാൽ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയുന്നത്, വലൗ നസ്സൽനാഹു അലാ ബഅദിൽ അഅ്ജമീന. അനറബിയായ ആർക്കെങ്കിലുമായിരുന്നു ആ വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചത്, അനറബി ഭാഷയിലുമാണ് അവതരിപ്പിച്ചതെങ്കിൽ ഫഖറഅഹു അലൈഹിം, എന്നിട്ട് ആ പ്രവാചകൻ അവർക്ക് അനറബി ഭാഷയിൽ ഓതി കൊടുത്താൽ മാ കാനൂ ബിഹി മുഅ്മിനീൻ. അപ്പോ ഈ അറേബ്യൻ പെനിൻസുല ഉൾക്കൊള്ളുന്ന, പശ്ചിമേഷ്യ ഉൾക്കൊള്ളുന്ന ഏഷ്യ ഭൂഖണ്ഡത്തിലെ, ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഈ ജനങ്ങളൊന്നും എന്ത് ചെയ്യുമായിരുന്നില്ല? ഈ ഖുർആനിൽ വിശ്വസിക്കുമായിരുന്നില്ല, ഈ പ്രവാചകനിൽ വിശ്വസിക്കുമായിരുന്നില്ല. ഇനി മൂന്നാമതൊരു കാരണം കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുന്നുണ്ട്. അത് സൂറത്തു ഫുസ്സിലത്തിലെ 44-ാമത്തെ ആയത്തിലാണ്. അള്ളാഹു പറയാണ്, വലൗ ജഅൽനാഹു ഖുർആനൻ അഅ്ജമിയൻ, വലൗ ജഅൽനാഹു ഖുർആനൻ അഅ്ജമിയൻ. ഈ വിശുദ്ധ ഖുർആനിനെ അഅ്ജമി അഥവാ അനറബി ഭാഷയിലാണ് നാം അവതരിപ്പിച്ചിരുന്നതെങ്കിൽ ലഖാലു, അപ്പോൾ ജനങ്ങൾ എന്താ പറയാന്നറിയോ? ലൗലാ ഫുസ്സിലത്ത് ആയാതുഹു. എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലെ ആയത്തുകളെ, ദൃഷ്ടാന്തങ്ങളെ ഞങ്ങൾക്ക് വ്യക്തമാക്കി വിശദീകരിച്ച് തരാതിരുന്നത്? ആരാ പറയാന്നറിയോ? അനറബി ഭാഷയിൽ അഥവാ അറബി അല്ലാത്ത ഭാഷയിൽ ഖുർആൻ അവതരിപ്പിക്കുകയോ അറബി അല്ലാത്ത പ്രവാചകനെ അവതരിപ്പിക്കുകയോ ചെയ്തിരുന്നുവെങ്കിൽ അപ്പോ അറേബ്യൻ പെനിൻസുല ഉൾക്കൊള്ളുന്ന ഏഷ്യ ഭൂഖണ്ഡത്തിലെ, ആഫ്രിക്ക ഭൂഖണ്ഡത്തിലെ ഈ ഭൂരിപക്ഷം വരുന്ന ജനങ്ങളും എന്താ പറയാ? ലൗലാ ഫുസ്സിലത്ത് ആയാതുഹു. എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി ഞങ്ങൾക്ക് ഈ ആയത്തുകൾ വിശദീകരിച്ച് തരാതിരുന്നത്? അഅ്ജമിയ്യുൻ വ അറബിയ്യുൻ, അഅ്ജമിയ്യുൻ വ അറബിയ്യുൻ. വേദഗ്രന്ഥം അറബിയിലും പ്രവാചകൻ അനറബിയിലുമാണോ വന്നിരിക്കുന്നത് എന്നവർ ചോദിക്കൂലേ? ഖുൽ ഹുവലില്ലദീന ആമനൂ ഹുദൻ വശിഫാഉൻ വല്ലദീന ലാ യുഅ്മിനൂന ഫീ ആദാനിഹിം വഖറുൻ വഹുവ അലൈഹിം അംയുൻ ഉലൈക യുനാദൂന മിൻ മകാനിൻ ബഈദ്. ആ ചോദ്യത്തിന്റെ പ്രസക്തി നമുക്ക് മനസ്സിലായില്ലേ? ലൗലാ ഫുസ്സിലത്ത് ആയാതു അഅ്ജമിയ്യുൻ വ അറബിയ്യുൻ. പ്രവാചകൻ അഅ്ജമിയാക, വേദഗ്രന്ഥം അറബിയിലാക, എങ്കിൽ വേദഗ്രന്ഥം അനറബിയിലാക, പ്രവാചകൻ അറബിയാക. എന്തൊരു വിരോധാഭാസമാണിത്!
എന്ന് പറഞ്ഞ് ജനങ്ങൾ ഈ വിശുദ്ധ ഖുർആൻ ഭൂരിപക്ഷം ലോകത്ത് ഭൂരിപക്ഷം ആളുകൾ താമസിക്കുന്ന ഏരിയയിലെ ജനങ്ങൾ എന്ത് ചെയ്യും? ഈ വിശുദ്ധ ഖുർആനെ തള്ളുമായിരുന്നില്ലേ? ഈ പ്രവാചകനെ തള്ളുമായിരുന്നില്ലേ? അപ്പൊ അതുകൊണ്ട് ഈ കാരണങ്ങളാണ് വിശുദ്ധ ഖുർആനിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യാൻ കാരണം? അറബി ഭാഷയിൽ അറേബ്യൻ പെനിൻസുലയിൽ തന്നെ അല്ലെങ്കിൽ ആഫ്രിക്ക ഏഷ്യ ഭൂഖണ്ഡത്തിൽ തന്നെ വന്നത്. പ്രവാചകന്മാരൊക്കെയും വന്നത് അവിടെയാണ്. സെമിറ്റിക് ഭാഷകൾ ഉണ്ടായത് അവിടെയാണ്. സെമിറ്റിക് മതങ്ങളെല്ലാം വന്നത് അവിടെയാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള പ്രവാചകന്മാരുടെ എല്ലാം വിഹാരക്കൽ, അവരെല്ലാവരും സഞ്ചരിച്ച ഏരിയ, അവരെല്ലാവരും പ്രബോധനം ചെയ്ത ഏരിയ, അവർ യാത്ര ചെയ്ത ഏരിയകൾ, അവരുടെ പ്രധാന ദൗത്യങ്ങൾ നിർവഹിച്ച ഏരിയകൾ ഏതായിരുന്നു? ഏഷ്യ ഭൂഖണ്ഡവും ആഫ്രിക്കൻ ഭൂഖണ്ഡവുമായിരുന്നു. അതിന്റെ കാരണം എന്താണ്? ജനങ്ങൾ ഭൂരിഭാഗം, ലോക ജനസംഖ്യയിലെ ഭൂരിഭാഗം ജനങ്ങൾ അവിടെയാണ് കിടക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കക്കാരനുമായി അവതരിക്കാൻ കാരണം എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്കിവിടെ വ്യക്തമാക്കി തരുന്നത്. സഹോദരന്മാരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത് ഞാൻ ഇങ്ങനെയൊന്നുമല്ല വിചാരിച്ചിരുന്നത്. ഞാനിത് ഒരു നല്ല സബ്ജക്റ്റ്, നല്ലൊരു പ്രസംഗ ശൈലിയിൽ ഇത് അവതരിപ്പിക്കണം എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ നിങ്ങളുടെ സംവിധാനം, സനാബീലിന്റെ സംവിധാനം ഇങ്ങനെ ആയതുകൊണ്ട്, ഇങ്ങനെ ചെറിയ ചെറിയ ക്ലിപ്പുകളാക്കി അയക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്കൊരു ആ പ്രസംഗത്തിന്റെ ഒരു ടേസ്റ്റ് കിട്ടൂല, ആ ഒരു അവതരണ ശൈലി കിട്ടൂല. ഇത് ആ അവതരണ ശൈലിയിൽ നല്ല രൂപത്തിൽ ഇത് അവതരിപ്പിക്കുകയാണെങ്കിൽ ഒന്നുകൂടി ജനഹൃദയങ്ങളിലേക്ക്, ആളുകളുടെ മനസ്സുകളിലേക്ക് ഇത് ആഴ്ന്നിറങ്ങിച്ചല്ലോ. ഞാൻ അതിൽ കുറെ കാര്യങ്ങളൊക്കെ വിട്ടുകളഞ്ഞേക്കാണ്, നമുക്ക് സമയവും ഇല്ല. അപ്പൊ ഇൻഷാ അല്ലാഹ് വിശുദ്ധ ഖുർആനിനെ നമ്മൾ പഠിക്കണം, നമ്മൾ മനസ്സിലാക്കണം. ഖുർആൻ ഓരോ നിമിഷവും നമ്മൾ, ഓരോ ആവർത്തി നമ്മൾ വായിക്കുമ്പോഴും അതിലെ ഓരോ മുത്തുകളും പവിഴങ്ങളും നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. അപ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ യഥാർത്ഥ ഈമാൻ ഉണ്ടാവുക, വിശ്വാസം ഉണ്ടാവുക. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ നമ്മളെല്ലാവരെയും അവന്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വിശുദ്ധ ഖുർആനിലേക്ക് റഹ്മാനായ നാഥ ജനങ്ങളെ നീ വഴി കാണിക്കണേ റബ്ബേ. പടച്ചവനെ, വിശുദ്ധ ഖുർആൻ പ്രബോധനം ചെയ്യുന്ന ഞങ്ങൾക്ക് നീ നിന്റെ ഹിദായത്തിൽ ഉറച്ചു നിൽക്കാനുള്ള കഴിവ് തരണേ റബ്ബേ, ത്രാണി തരണേ റബ്ബേ. പടച്ചവനെ, ചുറ്റുപാടും ഈ വിശുദ്ധ ഖുർആനെ എതിർക്കുന്ന, വിശുദ്ധ ഖുർആനെ വിമർശിക്കുന്ന, ഖുർആന്റെ തന്നെ അനുയായികൾ ഖുർആനെ ശരിക്കും മനസ്സിലാക്കാത്ത ഒരു അവസ്ഥയാണുള്ളത്. നാഥ, അവർക്കൊക്കെയും ഈ വിശുദ്ധ ഖുർആൻ ശരിയായ രൂപത്തിൽ പ്രബോധനം ചെയ്തു കൊടുക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. റഹ്മാനായ നാഥ, ഈ ഉദ്യമം ഒരു സ്വാലിഹായ അമലായി നീ സ്വീകരിക്കണേ റഹ്മാനെ. പടച്ചവനെ, എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നാഥ നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. പടച്ചവനെ, റഹ്മാനായ നാഥ, എനിക്കും ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ പങ്കെടുത്ത ഈ എല്ലാ ആളുകൾക്കും നിന്റെ റഹ്മത്തും ബർക്കത്തും ചൊരിഞ്ഞു തരണേ റഹ്മാനെ. റഹ്മാനായ നാഥ, ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. റഹ്മാനായ നാഥ, നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങൾ ആരും പരസ്പരം കാണുന്നില്ല. റഹ്മാനായ നാഥ, ഈ ഗ്രൂപ്പിലുള്ള ആളുകൾ മിക്കവാറും ആളുകൾ പരസ്പരം കാണുന്നില്ല. ഞാൻ നിങ്ങളെ ആരെയും കാണുന്നില്ല, നിങ്ങൾ ആരും എന്നെയും കണ്ടിട്ടില്ല. നമ്മൾ തമ്മിൽ പരസ്പരം ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പരിചയം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിത് ഈ ക്ലാസ് എടുക്കുന്നത്. റബ്ബേ റഹ്മാനായ നാഥ, ഇത് നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെല്ലാവരെയും, ഞങ്ങൾ പരസ്പരം ഇപ്പോൾ കണ്ടില്ലെങ്കിലും നാഥ, നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. അവിടുന്ന് ഞങ്ങളെ നീ പരസ്പരം കാണിച്ചു തരണേ റഹ്മാനെ. റഹ്മാനായ നാഥ, ഞങ്ങളുടെ ഈ ലോകത്തും പരലോകത്തും നീ ഞങ്ങൾക്ക് നന്മ നൽകണേ റഹ്മാൻ.